ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് സൊല്യൂഷനെ പറ്റിയുള്ളതാണ്. ഈ സൊല്യൂഷൻ നമുക്ക് വീട്ടിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ സൊല്യൂഷനാണ്. എത്ര ആഴത്തിലുള്ള കറിയും കരിയും ഒക്കെ നമുക്ക് അധികം സമയം ചിലവാക്കാതെ നിഷ്പ്രയാസം ക്ലീൻ ചെയ്യാൻ ഈ സൊല്യൂഷൻ നമ്മളെ സഹായിക്കും. ഈ ക്ലീനിങ് ലിക്വിഡ് നമുക്ക് യാതൊരുവിധ ചിലവും ഇല്ലാതെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. 100 to 150 ml വരെ നമുക്ക് യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ടൂത്ത് പേസ്റ്റ് അതിൽ മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നന്നായിട്ട് അത് രണ്ടും കൂടി ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ടൂത്ത് പേസ്റ്റും നമ്മളെ ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടി നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ ഏത് അളവിലാണോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്തത് അതേ അളവിലാണ് നമുക്ക് വെള്ളം ഇതിലേക്ക് വേണ്ടത്. ഇനി വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മിക്സ് നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡും ടൂത്ത് പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ പവർഫുള്ളായിട്ടുള്ള ക്ലീനിങ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്ത ക്ലീനിങ് ലിക്വിഡ് നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിക്വിഡ് നമുക്ക് സിറാമിക് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതിൽ പിടിച്ച് കിടക്കുന്ന എല്ലാ കറയും പോവും. ഒന്ന് ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. എത്ര പറ്റി പിടിച്ച ചായൻ്റെ കറയൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ കിച്ചണിലെ ചിമ്മനീൻ്റെ സ്വിച്ചസ് നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ വളരെയധികം വൃത്തികേടാവുന്ന ഒരു ഇതാണിത്. അപ്പോൾ നമുക്ക് ഇതിൽ സാധാരണ വളരെ ബുദ്ധിമുട്ടി ഉരച്ച് ക്ലീൻ ചെയ്യുന്നതിൽ ഈ ലിക്വിഡ് ഇട്ട് ടൂത്ത് ബ്രഷ് കൊണ്ട് ഈസി ആയിട്ട് നമ്മൾ ഉരച്ചെടുക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് ആ ചേറൊക്കെ മാറ്റി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണിത്. നമ്മളെ കിച്ചണിലെ ഗ്ലാസ്സസിൽ, ഷെൽഫിൻ്റെ മുകളിൽ, ചിമ്മിനീൻ്റെ മുകൾ ഭാഗം, അവിടെയൊക്കെ ഇങ്ങനെ ഒരു എണ്ണയും അതിൽ പൊടിയും പിടിച്ചിട്ടുള്ള പോലെ ഒരു ഇതിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അത് നമുക്ക് സാധാരണ ലിക്വിഡ് ഇട്ടാൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും വളരെയധികം എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ ഈ ഒരു ലിക്വിഡ് ഇടുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ പേസ്റ്റ് യൂസ് ചെയ്തല്ലോ, പേസ്റ്റ് ഇങ്ങനെ എണ്ണക്കറയൊക്കെ പറ്റി കിടക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതാ നമ്മളൊന്ന് സ്ക്രബ് ചെയ്തു, ആ ഭാഗം നമ്മൾ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ എണ്ണയൊക്കെ പറ്റി കിടന്ന് ഹാർഡായിട്ട് പിടിച്ചത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് ഈ ലിക്വിഡ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കിച്ചൺ വിൻഡോൻ്റെ സൈഡിലുള്ളൊരു പോർഷൻ ഉണ്ടാവും, ചുമര്. ആ ഭാഗമാണ് പെയിൻ്റ് അടിച്ച സ്ഥലമാണത്. ആ ഭാഗത്താണ് നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. അവിടെ അത് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഒരു പൂപ്പലിൻ്റെ അടയാളം പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ശക്തിയിൽ ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ശക്തിയിൽ ഉരയ്ക്കുമ്പം സാധാരണ നമ്മളെ പെയിൻ്റ് അടക്കം ഇങ്ങനെ ഇളകി വരും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമ്മളിങ്ങോട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ അവിടെയുള്ള ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ചുമരിൽ കുട്ടികൾ ക്രയോൺ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടതും അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ക്ലീൻ ആവുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് അതൊരു ബ്രഷിലാക്കിയിട്ട് വിൻഡോൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എത്ര ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ചെയ്യുന്ന സമയത്തും നമുക്കിത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വീട്ടിലെ ഓവന്, ഫ്രിഡ്ജ് അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലിക്വിഡ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ ഓവൻ്റെ ഡോറിൽ നല്ല രീതിയിൽ തന്നെ വൃത്തികേടായിട്ടുണ്ട്, ഓരോന്ന് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പിടിപ്പിച്ച് വയ്ക്കുക, എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കറയും അതിൽ പറ്റി പിടിച്ച് കിടക്കുന്ന എല്ലാം വൃത്തികേടും ഒക്കെ പോയി കിട്ടും. സ്ക്രബ് ചെയ്ത ശേഷം തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. കളർ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കിച്ചണിലെ എല്ലാവിധ ക്ലീനിങ്ങിലും ഈ ലിക്വിഡ് വളരെ നല്ലതാണ്. നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ പാത്രം കഴുകാനും കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഈ ലിക്വിഡ് ഒഴിച്ച് കുറച്ച് നേരം വെച്ച ശേഷം സ്ക്രബ് ചെയ്താൽ വളരെയധികം ക്ലീനായിട്ട് തന്നെ കിട്ടും.
ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാ ക്ലീനിങ്ങിനും ഇത് യൂസ്ഫുള്ളാണ്. കിച്ചണിലെ ക്ലീനിങ്, ഫ്രിഡ്ജ്, ഓവൻ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുക, വാൾ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ബാത്റൂം ടൈൽ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഫ്ലോറിലുള്ള എന്തെങ്കിലും കറ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.